ഹായ്, ഞാനുണ്ടല്ലോ നിങ്ങളെ ഒരു സംഭവം കാണിച്ചു തരാവേ. ഞാനിവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നായിരുന്നു, ഒരു അത്യാവശ്യ കാര്യം പ്രമാണിച്ച്. അപ്പം പോലീസുകാർ വരാനായിട്ട് ഒരു ഇത്തിരി താമസം എടുത്തു. അപ്പം ഞങ്ങളിവിടെ മാറിയിരിക്കുമായിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ യാദൃശ്യമായിട്ടൊരു സംഭവം കണ്ടത്. അത് ഞാൻ നിങ്ങളെയും കൂടെ ഇപ്പോൾ കാണിക്കാം. ഉടനെ ഞാൻ അടുത്ത് നിന്നൊരു പുള്ളിക്കാരോട് വെച്ച് തന്നെ ഇങ്ങനെ കിടക്കുന്നതെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു 2.5 വർഷം മുമ്പ് ഒരു ഓട്ടോക്കാരൻ ഇങ്ങനെ ഒരു ഓട്ടോ ഇടിച്ചേച്ചിട്ട് ആ ഓട്ടോ പിടിച്ച് ഇവിടെ സ്റ്റേഷനിൽ ഇട്ടേക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ആ കിടക്കുന്നു? അപ്പം പറഞ്ഞു, ആ ഓട്ടോക്കാരൻ്റെ പട്ടിയായിരുന്നെന്ന് പറഞ്ഞു. ഈ 2.5 വർഷമായി ഈ പട്ടി ഈ ഓട്ടോയിൽ നിന്ന് മാറത്തേ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഓട്ടോക്കാരൻ ഓട്ടോ വിട്ടു കൊടുത്തിട്ടും ഇല്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് കണ്ടിട്ട് ഈ ഓട്ടോയും കൊണ്ട് ഇനി ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. മുഴുവൻ ദ്രവിച്ച് തുരുമ്പെടുത്തു പോയി. എന്നാലും ഈ പട്ടി ഈ ഓട്ടോയിൽ ഇങ്ങനെ തല വെച്ച്, ആ പുള്ളി ഇരുന്ന് ഓടിച്ച ആ സീറ്റയിലോട്ട് കയറി കിടന്നിട്ട് തല വെച്ച് ഇങ്ങനെ കിടന്ന് എന്നും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുമെന്ന് പറഞ്ഞു. ഇത് എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ തീറ്റയൊക്കെ തിന്നുമായിരിക്കും. പിന്നെ ഇവരൊക്കെ കഴിക്കുന്നതിൻ്റെയൊക്കെ മിച്ചമുള്ളതും വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതാണ് പറഞ്ഞത്, മനുഷ്യരുടെ ഇടയിലില്ലാത്ത സ്നേഹമാണ് പട്ടിക്ക്. അതാ പറയുന്നത്, നമ്മൾ ഒരു നേരം തീറ്റ കൊടുത്താലും ഉണ്ടല്ലോ, നല്ല നായ്ക്കും നല്ല നായർക്കും കൊടുക്കണമെന്ന് പറയുന്നത്. നായന്മാരും അതെ, ഇതുപോലെ തന്നെ മനുഷ്യരോട് മറ്റുള്ളവരോട് സ്നേഹമുള്ളവരാണ്. മറ്റുള്ള ആൾക്കാരെ പോലെയല്ല. ആ പട്ടിയുടെ ആ സ്നേഹവും കിടപ്പും ഒക്കെ എനിക്ക് കണ്ടിട്ട് തന്നെ ഒരു വിഷമം വന്നുപോയി. പാവം, ഇത് കണ്ടോ എന്ത് സ്നേഹമാണെന്ന് നോക്കിക്കാൻ. അതിൻ്റെ ആ കിടപ്പ്, ആ ചുരുണ്ട് കൂടി കിടക്കുന്ന കിടപ്പ് ശരിയല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യരുടെ ഇടയിൽ കാണാത്ത ഒരു ആത്മബന്ധവും സ്നേഹവും മൃഗങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ഒരു അനുഭവം, നിങ്ങളും ഇങ്ങനെ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ടാറ്റാ ബൈ ബൈ ഒക്കെ.